2024 ജൂലൈ 30 ഒരു വലിയ ഉരുളുപൊട്ടലുണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശം ഒന്നാകെ കവർന്നെടുത്തുകൊണ്ട് ആ ഒരു ഉരുൾ കടന്നു പോയപ്പോൾ ഒത്തിരിയധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഒത്തിരിയധികം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടു. അവരുടെ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടു. എല്ലാം കൊണ്ടും തകർന്ന ഒരു ജനതയായി മാറി ആ ഒരു പ്രദേശത്തുള്ളവർ. പക്ഷേ അവരെ നമ്മൾ കേരള ജനത ആരും കൈവിട്ടില്ല. എല്ലാവരും അവരെ സഹായിക്കാനായിട്ട് അവരാൽ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ 2 പുനരധിവാസ പദ്ധതികളാണ് നമ്മുടെ ഇപ്പോൾ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഈ ഒരു പദ്ധതി നടക്കുന്നത്. 4 പ്ലോട്ടുകളായിട്ടാണ് ഈ ഒരു പ്രദേശം. അതിൽ ഒന്നാമത്തെ പ്ലോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതും ഇനി നമ്മൾ കാണാൻ പോകുന്നതും ആ പ്രദേശമാണ്. അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ പകുതിയൊക്കെ ആയിട്ടുള്ളൂ. ഇനി ഒത്തിരി കൺസ്ട്രക്ഷൻസ് ഇനി മുന്നോട്ട് നടക്കാനുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത ആ വീടുകളും നമ്മളിന്ന് ഈ ഒരു എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത തൃക്കൈപ്പറ്റയിൽ ഉള്ള 51 വീടുകളുടെ ആ ഒരു മനോഹര കാഴ്ചകളും നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ കാണുന്നതായിരിക്കും കേട്ടോ. ഇതാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ഐക്യവും അതുപോലെ തന്നെ നമ്മുടെ ആളുകൾക്ക് നമ്മുടെ പരസ്പരം ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സഹായവും ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ ഒരു ഒത്തൊരുമയൊക്കെയാണ് ഈ ഒരു പദ്ധതിയിലൊക്കെ പിന്നിൽ എന്ന് നമുക്ക് അറിയാം. ഏതായാലും വളരെ ഭംഗിയുള്ള കാഴ്ചയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ ഞാൻ എത്തിയിരിക്കുന്നത് തൃക്കൈപ്പറ്റ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇത് മുട്ടിൽ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ് ഇങ്ങോട്ട് നമ്മളെത്തുക. ഇവിടെ മുസ്ലിം ലീഗ് ഒരുക്കിയിരിക്കുന്ന മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതി പ്രദേശമാണ്. ഇതിൻ്റെ ഉദ്ഘാടന കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പക്ഷേ ആളുകൾ താമസം തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും കൈമാറി കേട്ടോ വീടുകളെല്ലാം. നമുക്ക് ഏതായാലും ഈ വീടുകളൊന്ന് കയറി കാണാം കേട്ടോ. ഇവിടെ 51 വീടിൻ്റെ പണിയാണ് കഴിഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഗ്യാപ്പിൽ ഇവിടെയൊക്കെ വീടുകൾ വരാനുള്ളതാണ് കേട്ടോ. 51 വീടിൻ്റെ പണി പൂർത്തിയായി അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ വീട് വരാനുള്ളതാണെന്ന് പറഞ്ഞ് ഇത്ര ഏരിയയിലാണ് ഒരു വീട് വരുന്നത് കേട്ടോ. അത്യാവശ്യം സ്ഥലമുണ്ട്. നമുക്കിവിടെ ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണാം. വീടുകൾ നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് പണിതിരിക്കുന്നത് കേട്ടോ. പല സംഘടനകളും സർക്കാരും ഒക്കെ മുന്നോട്ട് വന്നു. അതിൻ്റെ ബാക്കി പത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ ഈ വീടുകളെല്ലാം പണിതിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് എല്ലാം ഒരേപോലെ കാണാനായിട്ട്. നമ്മളങ്ങനെ ഈ ഒരു വീടിൻ്റെ ഉൾവശം കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത്. കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആളുകൾ താമസിക്കാൻ തുടങ്ങുമ്പോഴേ പൊടിയൊക്കെ ഇതാക്കുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ. കയറുമ്പോൾ തന്നെ കാണുന്ന റൂമാണിത്. എല്ലാം നല്ല ഭംഗിയുള്ള ഫർണിച്ചറുകളും കാര്യങ്ങളും. ഇത് ഡൈനിങ് ടേബിളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നേരെ കയറുന്ന അവിടെ നിന്ന് തന്നെ നേരെ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ അടുക്കളയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള അടുക്കള തന്നെയാണ് കേട്ടോ. ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകുന്ന ഒരു ഏരിയയും പിന്നെ ഇവിടെ ഒരു ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് നല്ല അടിപൊളി ഒരു ക്ലോക്ക് കാണാം. KMCCയുടെ ആണ്. വീണ്ടും നമ്മൾ ഹാളിൽ നിന്ന് തന്നെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 3-4 ഡോറുകൾ കാണാം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തത് ഇതൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ ഫർണിച്ചറുകളാണ് ഈ കാണുന്ന. ബെഡ്, കട്ടിൽ, അതുപോലെ തന്നെ അലമാര. ഇവിടെ നല്ലൊരു വലിപ്പമുള്ള
ജനൽ തന്നെ കാണാം കേട്ടോ. ജനലിനൊക്കെ നല്ല ഇത് കൂട്ട് ഇതാണ് കൊടുത്തിരിക്കുന്നത്, ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആണ് ഇതെല്ലാം. ഇത് ഒരു ടോയ്ലറ്റാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല രീതിയിൽ ഫർണിഷിങ് ചെയ്ത ഒരു ടോയ്ലറ്റ് കേട്ടോ. നല്ല വൃത്തിയുണ്ട് ടോയ്ലറ്റ് കാണാനായിട്ട്. വീണ്ടും നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പുറത്തെ സൈഡിൽ മറ്റൊരു റൂമാണ്. ഇതും ഒരു ബെഡ്റൂം ആക്കാവുന്ന റൂം തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു റൂം തന്നെയാണ് കേട്ടോ. വീണ്ടും നമ്മളിതിന് പുറത്തിറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത ഒരു ഡോർ നമുക്ക് കാണാം. അത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കോമൺ ടോയ്ലറ്റാണ് കേട്ടോ. ആദ്യത്തെ ബെഡ്റൂമിന് നമ്മൾ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് കണ്ടത്. രണ്ടാമത്തത് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് നമ്മൾ കണ്ടു. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഇവിടെ ഒരു ഡോറുണ്ട്. ഇത് തുറന്ന് നോക്കിയാൽ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് കേട്ടോ. അങ്ങനെ 3 ബെഡ്റൂമും അതിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ളത്, അതുപോലെ തന്നെ ഒരെണ്ണം കോമൺ ആയിട്ടുള്ളത്. അങ്ങനെ 2 ടോയ്ലറ്റും 3 ബെഡ്റൂമും. പിന്നെ ഇവിടെ ഇങ്ങനെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹാള്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ അടുക്കളയും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ കേട്ടോ. വളരെ ഭംഗിയുണ്ട്. ഫർണിച്ചറുകളൊക്കെ ആണെങ്കിൽ തന്നെ എല്ലാം നല്ല രസം. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇനി സംഭവങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല വൃത്തിയാകും കേട്ടോ. ലൈറ്റ് ഓൺ ആക്കാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഏതായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളേതായാലും കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലുള്ള മുണ്ടക്കൈ ചുരമല ദുരന്തബാധിതർക്കായിട്ട് കേരള സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ എല്ലാം വലിയ കൺസ്ട്രക്ഷനുകളും കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ പൊടിയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആ ഒരു പ്രദേശം നമ്മൾ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇതാണ് ഇവിടെ ഒരുങ്ങുന്ന വീടുകൾ കേട്ടോ. ഇതിൻ്റെ വർക്കുകളും കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതായത് ഏകദേശം നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രദേശം കാണാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ പ്രദേശത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് ഇവിടെ വലിയ തോതിലുള്ള ദ്രുതഗതിയിലുള്ള കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ വീടിൻ്റെ ഒരു വലിപ്പം മനസ്സിലാകണമെങ്കിൽ ഇതാണ് വീടെന്ന് പറയുന്നത്. എല്ലാ വീടുകളുടെ ഒന്നും പണി പൂർത്തിയായിട്ടില്ല. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിൻ്റെ വർക്ക് പൂർത്തിയാകുന്നുള്ളൂ കേട്ടോ. പൂർത്തിയായി കഴിഞ്ഞാൽ ഈ പ്രദേശം കാണാൻ അതിഗംഭീരമായിരിക്കും. ഇപ്പോൾ തന്നെ ലോണൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയായി ഈ പ്രദേശം. പിന്നെ പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് കഴിഞ്ഞിട്ട് അടുത്ത വീടുകൾ തമ്മിൽ ഓരോ വീടുകൾ തമ്മിലുള്ള ഗ്യാപ്പ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടാവില്ല. അതുപോലെ തന്നെ മുറ്റവും അത്യാവശ്യമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു വീടിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം കേട്ടോ. അവിടെ ഏതായാലും ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്താന്ന് തോന്നുന്നു ഉദ്ഘാടനം ചെയ്തത്. അതായത് ഇനി ഇവിടെയൊക്കെ റബ്ബറൈസ്ഡ് ടാറിങ് ആണ് വരാൻ പോകുന്നത്. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിരിക്കും. എല്ലായിടത്തോടെയും വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൊഴിലാളികൾ ഹിന്ദിക്കാരും മലയാളികളും ഒക്കെ ഉണ്ട് തൊഴിലാളികളായിട്ട്. ഒത്തിരി ആളുകൾ ഇവിടെ ഈ ഉദ്ഘാടനം കഴിഞ്ഞ ആ ഒരു 2 വീടുകൾ കാണാനായിട്ടും വരുന്നുണ്ട്. കാര്യം നല്ല രസമുണ്ട് കേട്ടോ. അതായത് പണി തീർന്നു കഴിയുമ്പോൾ ഈ വീട് ഇങ്ങനെ വരും. ഈ ഒരു
ഷേപ്പിലാണ് വരാൻ പോകുന്നത്. ഇതാണ് പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ. അതിൻ്റെ കളറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കളർ കോമ്പിനേഷൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മുറ്റം ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്ലോട്ട് നമ്പർ 1 ആണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അല്ല, 1 C27 ആണ് ഈ ഒരു വീടിൻ്റെ നമ്പർ. വീടിൻ്റെ സൈഡിൽ നിന്ന് മുകളിലേക്കൊരു ഗോണി ഒക്കെ കാണാം. ഗേറ്റ് ഉണ്ട്, എല്ലാ വീടിനും ഗേറ്റ് ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തരക്കാടില്ലാത്ത ഒരു ചുറ്റുമതിൽ, അത് ഇത്തരത്തിലാണ് പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും നമ്മളിതിൻ്റെ ഉൾവശം കാണാനായിട്ട് പോവുകയാണ്. ഞാൻ ഇതിൻ്റെ ഒരു സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരെ ഹാളിലേക്കാണ് കയറുന്നത്. ഇതാണ് ഹാള്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഹാള് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. നല്ല വലുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലുപ്പമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു വിൻഡോയും ഉണ്ട്. അതേപോലെ നമ്മൾ ഈ ഹാള് നല്ല വലുപ്പമുണ്ട് കേട്ടോ. നല്ല എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ റൂമുകളും അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമുകളാണ്. ഇതൊരു ബെഡ്റൂമാണ്. അതിൻ്റെ ഫർണിച്ചറാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ അത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമുണ്ട്. ബാത്റൂം നല്ല രീതിയിൽ തന്നെ ഫർണിഷ് ചെയ്തിട്ടുണ്ട്. ഇത് പണി കഴിഞ്ഞ് ഫുള്ളായിട്ട് പണി കഴിഞ്ഞ 2 വീടേ ഉള്ളൂ. ആ വീടാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വീടുകളുടെയൊക്കെ പണി പൂർത്തിയാകുന്നേ ഉള്ളൂ കേട്ടോ. പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാ വീടും ഇതുപോലെ തന്നെ വരും. എന്നല്ലോ, ഇവിടെ ഒരു കോമണായിട്ട് ഒരു വാഷ് ബേസിൻ കൈ കഴുകാനും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിരിക്കും മിക്കവാറും ഡൈനിങ് ടേബിൾ വരിക. ഇവിടെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഉണ്ട്. ആ സ്പേസ് മാനേജ് ചെയ്ത് അവർ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്ത് ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമല്ല. ബെഡ്റൂമിൻ്റെ അകത്തും ഇതേപോലെ തന്നെ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ വരും. ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മൾ മുംബൈയിൽ ഒക്കെ ഫ്ലാറ്റുകളിലൊക്കെ അല്ലെങ്കിൽ കോയമ്പത്തൂരൊക്കെ പോയാൽ പോലത്തെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ റെയറാണ്. ഏതായാലും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. റൂം അത്യാവശ്യം വലുപ്പമുള്ള റൂമാണ്. പക്ഷേ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. ഒറ്റ 2 ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമിൽ മാത്രമേ അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ വീണ്ടും ഹാളിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു വിശാലമായ അടുക്കള, നല്ല വലുപ്പമുള്ളൊരു അടുക്കള കേട്ടോ. അടുക്കളയ്ക്ക് നല്ല വലുപ്പമുണ്ട്. അതേപോലെ തന്നെ വർക്ക് ഏരിയ, അതും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ. അതാണ് അടുക്കള നല്ല വലുപ്പമുണ്ട്. നല്ല വലിയ അടുക്കള കേട്ടോ. ബെഡ്റൂം 2 ബെഡ്റൂമുള്ളൂ. പക്ഷേ അടുക്കള നല്ല വലുപ്പമുണ്ട്. കൊള്ളാം. എല്ലാം കൊണ്ടും ഭംഗിയായിരിക്കുന്നു കേട്ടോ. വളരെ ഭംഗിയുള്ള വീട് തന്നെയാണ് ഒരുങ്ങുന്നത്. ഇതിൻ്റെ റൂഫ് എനിക്ക് തോന്നുന്നു ഇത് ഫ്രണ്ടിൻ്റെ സൈഡാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ഒരു പോർഷനാണ്. അത് മൂട് പോലെ എന്തോ പതിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. നമുക്ക് ഇവിടെ നോക്കിയാൽ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തേക്കൊക്കെ നോക്കിയാൽ എല്ലാം കൊണ്ടും ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഉള്ള കാഴ്ച ഇതാണ്. ഒത്തിരി സന്ദർശകരും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അടിപൊളി വീടാട്ടോ. നല്ല വീടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫുള്ള് വർക്ക് കഴിയുമ്പോൾ ഈ വീടുകൾ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. ഓക്കെ, ആ ചൂരൽമലയിൽ ആളുകൾ ഒത്തൊരുമിച്ച് എങ്ങനെ കഴിഞ്ഞിരുന്നു. അവിടെയൊക്കെ ആളുകൾ, ഞാൻ ചൂരൽമലയിലൊക്കെ പോയിട്ടുള്ളതാണ്. അവിടെയൊക്കെ ആളുകൾ പാടിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് മിക്ക ആളുകളും. പിന്നെ നല്ല നല്ല വീടുകൾ താമസിച്ച ആളുകളും ഉണ്ട്. പക്ഷെ ഒത്തിരി പാടികളിലൊക്കെ താമസിച്ച ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഇത്രയും നല്ല ഭംഗിയുള്ള വീടൊക്കെ കിട്ടുമ്പോൾ വളരെ സന്തോഷമായിരിക്കും കേട്ടോ. ഇതാണ് ഇതിൻ്റെ പുറകുവശം കേട്ടോ. പുറകുവശത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. സൈഡിലും നല്ല സ്പേസ് ഉണ്ട്. ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ കുറിച്ച് ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. എല്ലാം ഒരു കോമൺ ഡ്രെയിനേജാണ് വരുന്നത്. അതായത് സെപ്റ്റിക്, ടോയ്ലറ്റ് വേസ്റ്റുകളെല്ലാം കോമൺ ആയിട്ട് പോയിട്ട് അവിടെ ഒരു പ്ലോട്ടിൽ എല്ലാവരുടെയും കൂടെ കോമൺ ആയിട്ട് പോയിട്ട് ഒരു വലിയൊരു കുഴിയിലേക്കാണ് പോയി വീഴുന്നതെന്നാണ് കേട്ടത് കേട്ടോ. അതായത് ഇത് വന്ന് ഫുള്ള് പണി തീർന്ന് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ.
ഏതായാലും നമുക്കിതിൻ്റെ ഒരു ആകാശ ദൃശ്യം ഒന്ന് കാണാം. ഈ ഒരു 2 3 വീടുകളെ നമുക്ക് പൂർണ്ണമായിട്ടും എന്ന് പറഞ്ഞാൽ ഇനിയും ഇവിടെയും കുറച്ചും കൂടെ ഒക്കെ തീർക്കാനുണ്ട്. പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് ഒരു 90% പണി കഴിഞ്ഞ വീടുകളെന്ന് പറയുന്ന ഈ 2 വീടുകളാണ്. ബാക്കി നിരവധി വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട് നോക്കിയാലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പകുതി പണി കഴിഞ്ഞതും പിന്നെ അതിൻ്റെ സ്ട്രക്ചർ മാത്രമായതും ഒക്കെ നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും കാണാം. അങ്ങ് ദൂരെ അങ്ങ് മലയുടെ മുകളിലൊക്കെ കാണാം കേട്ടോ. കുറേ ദൂരത്തേക്കൊക്കെ ഉണ്ട്. അതിൽ നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ. വളരെ ഭംഗിയുണ്ട്. ടൗൺഷിപ്പ് ഏതായാലും അടിപൊളിയാട്ടോ. അതുപോലെ ഞാനിവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, എല്ലാ വീടിൻ്റെയും മുകളിലൂടെ ഏകദേശം പണി പൂർത്തിയായ വീടുകളുടെയൊക്കെ മുകളിലൂടെ സോളാർ പാനലുകൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ വീട്ടിലും ഇനി വൈദ്യുതിക്ക് അവർക്ക് പൈസ ചിലവ് വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഗ്രിഡിലേക്കായിരിക്കും മിക്കവാറും പോകുന്ന ആ രീതിയിലായിരിക്കും ഇത് ഒരുക്കുന്നത്. ഏതായാലും വളരെ എന്താ പറയുക, വളരെ ബുദ്ധിപരമായിട്ട് നല്ല രീതിയിൽ ടെക്നിക്കലായിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അവരാണ് ULCCS അവരാണ് ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ നടത്തുന്നത് കേട്ടോ. വലിയ കൺസ്ട്രക്ഷൻ തന്നെയാണ്. എല്ലാ സ്ഥലങ്ങളും എല്ലാ വീടിൻ്റെ മുമ്പിൽ കൂടെ റബ്ബറൈസ്ഡ് റോഡുകൾ തന്നെയാണ് വരുന്നത്. എല്ലായിടത്തും ഡ്രെയിനേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മറ്റേ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ വന്ന് എല്ലാം പണിയൊക്കെ പൂർത്തിയാക്കി കഴിയുമ്പോഴത്തേക്കും വീടുകൾ വളരെ ഗംഭീരമായിരിക്കും കേട്ടോ. 2024 ജൂലൈ 30 ഒത്തിരി അധികം ആളുകളുടെ മരണത്തിനിടയാക്കിയ മുണ്ടക്കൈ ചൂരൽമല ആ ഒരു ഉരുൾപൊട്ടൽ ഒത്തിരി അധികം ആളുകൾ കൊല്ലപ്പെട്ടു. കുറേ ആളുകൾ അനാഥരാക്കപ്പെട്ടു. ഒത്തിരി അധികം ആളുകൾക്ക് അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടു. കുറേ ആളുകൾക്ക് അവരുടെ വീട് നഷ്ടപ്പെട്ടു, അവരുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു, കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടു. എല്ലാം പോയ ഒരു നാടായി മാറി മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ. അവരെ ചേർത്ത് പിടിക്കാനായിട്ട് നമ്മുടെ കേരളം ഒന്നടങ്കം ഒത്തൊരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു പുനരധിവാസ പദ്ധതിയുടെ അല്ലെങ്കിൽ ആ പദ്ധതി പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കേരള സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നടക്കുന്ന ടൗൺഷിപ്പിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഒരുപക്ഷെ നിങ്ങളൊക്കെ മുണ്ടക്കയിലും ചൂരൽമലയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാനീ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഞാൻ അവിടെ പോയിട്ടുണ്ട്, നിരവധി തവണ അവിടെ പോയിട്ടുണ്ട്. ചാനൽ തുടങ്ങിയതിന് ശേഷവും ഇഷ്ടം പോലെ പ്രാവശ്യം അവിടെ പോയി വീഡിയോ ഒക്കെ കവർ ചെയ്തിട്ടുള്ളതാണ്. നല്ല മനുഷ്യരായിരുന്നു. ഒത്തിരി അധികം ആളുകൾ ഒത്തൊരുമിച്ച് അടുത്തടുത്തടുത്ത് വീടുകളുണ്ടായിരുന്നു. ഒത്തിരി പാടികളായിരുന്നു. ഒത്തിരി ആളുകൾ പാടികളിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ആ പാടികളൊക്കെ മുഴുവനായിട്ടും വാഷ് ഔട്ട് ചെയ്യപ്പെട്ടു. പക്ഷേ ഏതായാലും ഇവിടെ അവർക്കായിട്ട് നല്ല നല്ല വീടുകൾ ഒരുങ്ങുകയാണ്. ഇനി ആ മനുഷ്യരെല്ലാം അവിടെ ഒത്തൊരുമയോടുകൂടി കഴിഞ്ഞിരുന്ന ആ മനുഷ്യരെല്ലാം ഇവിടെ ഇനി ഒത്തൊരുമയോടുകൂടി കഴിയാനായിട്ട് പോവുകയാണ്. ആ ഒരു മനോഹരമായ കാഴ്ച ഇതാണ് റിയൽ കേരള സ്റ്റോറി കേട്ടോ. ഇവിടെ മാത്രമല്ല, തൃക്കായിപ്പറ്റയിൽ മുസ്ലിം ലീഗ് ഒരുക്കുന്ന
ആ ഒരു വീടുകളുടെ കാഴ്ചയും നിങ്ങൾ കണ്ടു. വളരെ മനോഹരമായിട്ടുണ്ട്, രണ്ടും വളരെ മനോഹരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇതെല്ലാം കൂടെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാണാനും ഈ ഒരു ഏരിയ, ഈ ലൊക്കേഷനൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ബൈപ്പാസിൻ്റെ, കൽപ്പറ്റ ബൈപ്പാസിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നല്ല ഒരു സൈറ്റിംഗ് ആണ്. മാത്രമല്ല എത്തിപ്പെടാനും എല്ലാ കാര്യങ്ങൾക്കും സൗകര്യമുണ്ട്. ആശുപത്രിയുണ്ട്, തൊട്ടടുത്ത് തന്നെ ടൗണുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും സൗകര്യമുള്ള ഒരു പ്രദേശം തന്നെയാണ് കേട്ടോ അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഏതായാലും ഈ ആളുകളെല്ലാം ഇവിടെയും സ്വരുമയോടുകൂടി തന്നെ കഴിയട്ടെ എന്ന് മാത്രമേ നമുക്കിവിടെ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. നല്ല ഭംഗിയുള്ള വീടുകളാണ് ഇവിടെ ഒരുങ്ങുന്നത് കേട്ടോ. നമ്മൾ രണ്ട് സ്ഥലത്തെയും വീടുകൾ കണ്ടു. വളരെ ഭംഗിയുള്ള വീടുകളാണ്. ഈ വീടുകളുടെയൊക്കെ ഭംഗി നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഏതായാലും രണ്ട് സൈറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് പക്ഷേ വലിയൊരു ഏരിയ ആയതുകൊണ്ട് പ്രത്യേക ഭംഗിയുണ്ട്. മാത്രമല്ല വീടുകളെല്ലാം ഡിസൈനുകളും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഏതായാലും വളരെ സന്തോഷം ഇത് കാണാൻ സാധിച്ചതിൽ. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.